പ്രവാചകന്മാർ. മനുഷ്യന്റെ സ്രഷ്ടാവും സംരക്ഷകനും പരിപാലകനും ദൈവമാണല്ലോ. നാം ഈ ലോകത്ത് ജീവിക്കേണ്ടത് എങ്ങനെ എന്ന് പറയാൻ അർഹതയുള്ള പരമാധികാരി ദൈവം മാത്രമാണ്. ഈ പരമാധികാരിയെ അറബിയിൽ ഇലാഹ് എന്ന് പറയുന്നു. ദൈവം തന്റെ പരമാധികാരം ഉപയോഗിച്ച് കാലാകാലങ്ങളിൽ മനുഷ്യർക്ക് ദൈവിക സന്ദേശമെത്തിക്കാനും സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുവാനും മനുഷ്യരിൽ നിന്ന് പ്രത്യേകം തിരഞ്ഞെടുത്തയച്ച സന്ദേശവാഹകരാണ് പ്രവാചകന്മാർ. ഇപ്രകാരം വിവിധ കാലഘട്ടങ്ങളിലായി 1.25 ലക്ഷത്തോളം പ്രവാചകന്മാരെ ദൈവം നിയോഗിച്ചിട്ടുണ്ട്. ദൈവിക കൽപ്പനകളനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക. ദൈവിക കൽപ്പനകളനുസരിച്ച് ജീവിച്ചാൽ മരണാനന്തരം സ്വർഗം ലഭിക്കുമെന്ന സന്തോഷവാർത്ത അറിയിക്കുക. ദൈവിക കൽപ്പനകൾ അനുസരിച്ചില്ലെങ്കിൽ കടുത്ത ശിക്ഷയായ നരകം ലഭിക്കുമെന്ന് താക്കീത് നൽകുക തുടങ്ങിയവയായിരുന്നു പ്രവാചകന്മാരുടെ ചുമതല. മരണാനന്തര ജീവിതത്തിൽ നാം എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ ഹാജരായി വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരുന്ന സന്ദർഭത്തിൽ ദൈവമേ, പടച്ചവനെ, ദൈവത്തെക്കുറിച്ചും ദൈവിക വ്യവസ്ഥയെക്കുറിച്ചും എനിക്കറിയില്ലായിരുന്നു, ഇക്കാര്യങ്ങളൊന്നും എന്നെ ആരും അറിയിച്ചു തന്നില്ലായിരുന്നു എന്ന് പറയുന്ന ഒരാളും ഉണ്ടാകരുത് എന്നതാണ് ഇത്രയും പ്രവാചകന്മാരെ നിയോഗിച്ചതിന്റെ ഉദ്ദേശ്യം. ഖുർആൻ പറയുന്നു, ഇവരൊക്കെയും ശുഭവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായ ദൈവദൂതന്മാരായിരുന്നു. അവരുടെ നിയോഗശേഷം ജനങ്ങൾക്ക് അല്ലാഹുവിനെതിരെ ഒരു ന്യായവും പറയാനില്ലാതിരിക്കാനാണിത്. അല്ലാഹു പ്രതാപിയും യുക്തിമാനുമാണ്. അധ്യായം 4. ശുഭവാർത്ത അറിയിക്കുന്നവരും മുന്നറിയിപ്പ് നൽകുന്നവരുമായല്ലാതെ നാം ദൂതന്മാരെ അയക്കാറില്ല. അതിനാൽ സത്യവിശ്വാസം സ്വീകരിക്കുകയും കർമ്മങ്ങൾ കുറ്റമറ്റതാക്കുകയും ചെയ്യുന്നവർക്ക് ഒന്നും പേടിക്കാനില്ല. അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അധ്യായം 6. മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, നാം എല്ലാ സമുദായത്തിനും ദൈവദൂതനെ നിയോഗിച്ചു കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം മുഖേന ഇപ്രകാരം അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അല്ലാഹുവിന് പൂർണ്ണമായും വഴിപ്പെടുവിൻ, ദൈവേതര ശക്തികളെ കൈവെടിയുകയും ചെയ്യുവിൻ. അധ്യായം 16. വിവിധ കാലഘട്ടങ്ങളിൽ ദൈവകൽപ്പനകളെയും പ്രവാചകന്മാരെയും ധിക്കരിച്ച ജനതയെ ദൈവം ശിക്ഷിക്കുകയുണ്ടായി. പ്രവാചകൻ നൂഹ് അഥവാ നോഹയുടെ കാലഘട്ടത്തിലെ ധിക്കാരികളായ ജനതയെ പ്രളയം വഴി നശിപ്പിച്ചു. പ്രവാചകൻ മൂസയുടെ കാലത്ത് ഭരണാധികാരിയായിരുന്ന ഫറോവ ധിക്കാരിയായി മാറുകയും ഞാനാണ് പ്രപഞ്ചത്തിന്റെ നാഥനെന്ന് പ്രഖ്യാപിക്കുകയും ഇസ്രായേൽ ജനതയെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഫറോവയെയും അനുയായികളെയും ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും മൂസയെയും ജനതയെയും രക്ഷപ്പെടുത്തുകയും ചെയ്തു. ലോകാവസാനം വരെയുള്ള ജനതയ്ക്ക് ദൈവിക ദൃഷ്ടാന്തമായിക്കൊണ്ട് ഫറോവയുടെ ജഡത്തെ നശിച്ചുപോകാതെ ദൈവം രക്ഷപ്പെടുത്തുകയുണ്ടായി. ഈജിപ്തിലെ ഒരു മ്യൂസിയത്തിൽ ഇന്നും ആ ജഡത്തെ കാണാൻ കഴിയും. ഇസ്രായേൽ ജനതയിൽ ദൈവധിക്കാരം കാണിച്ച ഒരു വിഭാഗത്തെ കുരങ്ങുകളാക്കി മാറ്റി. വിശുദ്ധ ഖുർആനിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും സത്യം കൊണ്ടും സഹനം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരൊഴിച്ചുള്ള ജനസമൂഹങ്ങൾ നഷ്ടത്തിലും നാശത്തിലുമായിരിക്കുമെന്നതിന് ചരിത്രം സാക്ഷിയാണെന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നു.